ഇത് ചെന്നൈ നഗരത്തിലെ മീനമ്പാക്കം. ഏപ്രിൽ 19-നാണ് തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റേതായ ഒരു പ്രചാരണങ്ങളോ കോലാഹലങ്ങളോ ഇവിടെ കാണാനില്ല. ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് പോലും പലർക്കും നിശ്ചയമില്ല. കേരളത്തിൽ ഏപ്രിൽ 26-ന് ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ അതിനും ഒരാഴ്ച മുമ്പാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ്. രാജ്യത്ത് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 13 സംസ്ഥാനങ്ങളിൽ ഒന്ന് തമിഴ്നാടാണ്. കേരളത്തിലെ പോലെ ഒരു പ്രചാരണങ്ങളും ഇവിടെ കാണാനില്ല. സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളോ കട്ടൗട്ടുകളോ അനൗൺസ്മെൻറ്റുകളോ ചുവരെഴുത്തുകളോ ഒന്നും ഇവിടെ അധികം കാണാനില്ല. ചെന്നൈ നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലെല്ലാം ഇതാണ് സ്ഥിതി. അതേസമയം കേരളത്തിലാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പ്രചാരണം തുടങ്ങിയിരുന്നു. ചുവരെഴുത്തുകളും ബോർഡുകളും കട്ടൗട്ടുകളും പോസ്റ്ററുകളും അനൗൺസ്മെൻറ്റും കൊണ്ട് ആകെ ബഹളമാണ് കേരളത്തിൻ്റെ ഓരോ മുക്കുമൂലയും. ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ പര്യടനവും തുടങ്ങിക്കഴിഞ്ഞു. ഓരോ മുന്നണികളും ഭവന സന്ദർശനം 1-2 ഘട്ടങ്ങൾ പൂർത്തിയാക്കി. ഇനിയുള്ള ദിവസങ്ങളിൽ പൊതുയോഗങ്ങളും സ്വീകരണ യോഗങ്ങളും നടക്കും. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരംശം പോലും പ്രവർത്തനമില്ല ഈ ചെന്നൈ നഗരത്തിൽ.